ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. നമ്മുടെ റെന്റ് പേയ്മെന്റിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൽ എനിക്ക് തോന്നുന്ന ഒരു 80 to 90% ഒക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് റെന്റ് പേയ്മെന്റ്. അതായത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്ന പരിപാടി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു 50,000 ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 40,000 50,000 ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ലിമിറ്റിന് ക്യാഷ് ആയിട്ട് അക്കൗണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കുറെ കാലം മുമ്പേ ഉണ്ട്. പക്ഷെ ഈ ഒരു 3 കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ ആയിട്ട് ഇപ്പൊ RBI ഭയങ്കരമായിട്ട് നമ്മുടെ റെന്റ് പേയ്മെന്റിന് ഭയങ്കര ലിമിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് തന്നെ കുറച്ച് കാലം മുമ്പ് തന്നെ അതിന് എക്സ്ട്രാ ചാർജുകളും സംഭവങ്ങളൊക്കെ വന്നിട്ടാണ്. ആദ്യം ആപ്പ് മാത്രമേ ചാർജ് എടുക്കണമെന്നുള്ളൂ. ഏത് ആപ്പിൽ കൂടെ നമ്മൾ ചെയ്യുന്ന അവർ മാത്രം നമുക്ക് 1% 2% ചാർജ് എടുക്കാറുണ്ട്. അതിനുശേഷം പിന്നെ ബാങ്കുകളും ചാർജ് ഈടാക്കി തുടങ്ങി. അപ്പൊ അങ്ങനെ അതെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഭയങ്കര ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മിസ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് RBI പറയുന്നത്. മിസ്യൂസ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും. അത് വെച്ചാൽ ആൾക്കാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഫുള്ളായിട്ട് തന്നെ കുറെ പേര് ഉപയോഗിച്ചിട്ട് പിന്നെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അങ്ങനെ കുറെ കുഴപ്പങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പൊ RBI എതിരായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ റീസെന്റ് വന്നേക്ക ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇനി റെന്റ് പേയ്മെന്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി ഫുള്ള് നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയായിരിക്കും, കുറെ കാർഡുകളൊക്കെ ഭയങ്കരമായിട്ട് ലിമിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു കുയിലൊന്ന് ഭയങ്കര കരച്ചിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മുടെ വൺ കാർഡും സംഭവമൊക്കെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലിമിറ്റ് ഉണ്ട് 25% നമുക്ക് ലിമിറ്റേഷൻ സംഭവം. കുറെ ബാങ്കുകളൊന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയ എടുക്കുന്ന കാർഡുകളൊന്നും ഇപ്പോൾ റൺ പേയ്മെന്റിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പണ്ട് ഉപയോഗിക്കാറുള്ളത് Paytm വാലറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമാണല്ലോ അത്. രണ്ട് സൈഡിൽ നിന്നും ചാർജ് വരുന്നുണ്ട്. അതും പോരാണ്ട് അവരുടെ സൈഡിൽ നിന്നും ചാർജ് വരുന്നുണ്ട്. വൻ നഷ്ടമാണ്. അപ്പോൾ റെന്റ് പേയ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് അതായാലും നഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വീടിന്റെ റെന്റ് ഒരു 10,000 ആണെങ്കിൽ നമുക്ക് ഇത് കൂടെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 1-2% എക്സ്ട്രാ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അത് നഷ്ട പരിപാടിയാണല്ലോ. വേറൊരു രക്ഷയില്ലെങ്കിൽ മാത്രം അങ്ങനെ നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ കാർഡുള്ളതുകൊണ്ട് തന്നെ കുറെ പേര് ഇതുപോലെ ലിമിറ്റ് ഫുൾ യൂസ് ചെയ്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് കുറെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് RBI ഇതിനെതിരായിട്ട് വന്നേക്കുന്നത്. അത് വേറെ കാര്യം. അത് ഫുള്ളി നിർത്താനുള്ള ഒരു പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് ഈ കൊല്ലം കഴിയുമ്പോഴേക്കും മിക്കതും റെന്റ് പേയ്മെന്റിന്റെ പരിപാടി അവസാനിക്കും. ഈ കൊല്ലം കഴിയേണ്ട വരില്ലെന്നുണ്ട്. ചിലപ്പോൾ ഈ കൊല്ലം പകുതി ആകുമ്പോഴേക്ക് തന്നെ അതിന്റെ ഒരു എന്താ വെച്ചാൽ ഇതിന്റെ ഡിസ്കഷൻ കുറെ സംഭവങ്ങളൊക്കെ RBI പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പൊ അതിന് എക്സാമ്പിളാണ് നമ്മുടെ പുതിയ എടുക്കുന്ന കാർഡുകളിലൊന്നും റെന്റ് പേയ്മെന്റ് ഒന്നും കുറെ കാർഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് വൺ കാർഡ്, POBയുടെ കാർഡ്, അങ്ങനെ കുറെ കാർഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ കുറെ പേർക്ക് ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ കാർഡിന്ന് ഇപ്പോൾ ലിമിറ്റ് 2 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഫുൾ എടുത്തിട്ട് അത് EMI കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ കുറെ ഡിഫോൾട്ടായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്രെഡിറ്റ് കാർഡിന്റെ റെന്റ് പേയ്മെന്റ് സിസ്റ്റം ഫുള്ള് അടക്കൂരാനുള്ള പരിപാടി ഞാൻ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 80 to 90% ഉറപ്പാണ് ഇത് നിർത്താനുള്ള. ഓൾമോസ്റ്റ് എന്താ പറയാ, ഇതിലാണ് RBI നിൽക്കുന്നത്. ഇപ്പൊ മിക്കതും ഈ റീസെന്റ് തന്നെ ഇപ്പൊ അതിന്റെ നോട്ടീസ് സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്കായിരിക്കും നമ്മുടെ ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ കുറെ ബാങ്കുകൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഡിവാലുവേഷൻ ഭയങ്കര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മെയിൻ ഇഷ്യൂ ഇതാണ്. അത് കുറെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഈ കുറെ ഇതുപോലെ കാർഡ് ഹോൾഡേഴ്സിന് ഡിഫോൾട്ട് പേയ്മെന്റ്സ് വരുന്നത്. ഇതിൽ കാശ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടാവുക, അങ്ങനെ കുറെ ഡിഫോൾട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ്സ് ഇനി കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് RBI പോകുന്നത്. ശരിക്കും അത് ഒരു ബോറ് പരിപാടിയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് വേണമല്ലോ. ക്രെഡിറ്റ് കാർഡ് ആൾക്കാർ എടുക്കാൻ എന്തിനാണ്, നമുക്ക് ഈസിയായിട്ട് EMI പ്രോഡക്ട്സ് വാങ്ങിക്കാനും അതുപോലെ തന്നെ അതിന്റെ ഓഫേഴ്സ് എടുക്കാനൊക്കെ ആണല്ലോ. പണ്ട് കാലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്രെഡിറ്റ് കാർഡ്സ് ഭയങ്കര ലിമിറ്റഡാ, കുറച്ച് പേർക്കൊക്കെ കിട്ടുള്ളൂ. ഭയങ്കര ഹൈ പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് അവർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് അച്ഛൻ മാനേജറായിരുന്നു. എന്നിട്ടും ആ അച്ഛന് ലിമിറ്റ് എനിക്ക് തോന്നാൻ 20,000 ഒരു 10,000 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കാലമല്ലോ. ഇപ്പൊ എനിക്ക് തോന്നാൻ ഒരു 15 കൊല്ലമൊക്കെ മുമ്പാണ് ഞാൻ പറയുന്നത്. 15 കൊല്ലം 20 കൊല്ലം മുമ്പോ അതാണ്. അതേപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അതുപോലെ ആ വഴിയില്ലെന്ന് വെച്ചാൽ അത്രയധികം കോമ്പറ്റീഷനാണ്. ഇപ്പൊ നിങ്ങൾക്കായിരിക്കും ആക്സിസ് ബാങ്ക് എത്ര കാർഡുകളാണ് ഡിവാലുവേറ്റ് ചെയ്ത് പോയിക്കണേ. ഉള്ള കാർഡുകളൊക്കെ ഡിവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അത് ആക്സിസ് ബാങ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അടങ്ങി എല്ലാ ബാങ്കും ഇതുപോലെ ഡിവാലുവേഷൻ അടിയപ്പാടാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ കോമ്പറ്റീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി എല്ലാ ബാങ്കുകളും പുതിയ കാർഡുകൾ ഇറക്കും. അപ്പൊ അതിന്റെ പ്രൊമോഷണൽ ടൈമിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സും സംഭവങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു പോസിറ്റീവ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കറിയാം, ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. 3 മടങ്ങ് 4 മടങ്ങൊക്കെ കൂടിക്കുന്നത്. ഇപ്പോൾ ഒരു 3 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ അതിന്റെ 2 മടങ്ങ് 3 മടങ്ങൊക്കെ കൂടിക്കുന്നത്. അപ്പൊ അത്രയധികം യൂസേജും ആൾക്കാരും കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട് RBI സംഭവങ്ങളൊക്കെ വരുന്നത്. വേറെ കാര്യം
അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ്, ടെക് ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത കാണാം.